നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ്മാരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും തീരുമാനമായില്ല. കേസിൽ നരഹത്യാശ്രമം ചുമത്തിയ SIT നടപടിയെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ചോദ്യം ചെയ്തു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഹർജി ശനിയാഴ്ച വീണ്ടും പരിഗണിക്കും. ജാമ്യഹർജിയിൽ ഇന്ന് നടന്നത് വിശദവാദം. നരഹത്യാശ്രമം ചുമത്തിയത് മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് കോടതി ചോദിച്ചു. മെയ് 30 മജിസ്ട്രേറ്റ് കോടതി മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നതിന് മുമ്പായിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ സമയത്ത് മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിയുടെ ഫോറൻസിക് പരിശോധനാ ഫലവും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും SITക്കോ കോടതിക്കോ ലഭ്യമായിരുന്നില്ല. ഈ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാവൂവെന്ന് മുൻപ് കോടതിയെ ധരിപ്പിച്ച SIT റിപ്പോർട്ടുകൾ ലഭ്യമല്ലാതെ എങ്ങനെ നരഹത്യാശ്രമം ചുമത്തിയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. നരഹത്യാശ്രമം ചുമത്തേണ്ട കുറ്റകൃത്യം നടന്നോ എന്നും പരിക്കുകൾ നിസ്സാരമല്ല എന്നുമുള്ള ചോദ്യത്തിന് വാദിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചത് വൈകാരികമായി. പ്രചരിക്കുന്ന ദൃശ്യങ്ങളൊന്നും കോടതി കാണുന്നില്ല എന്നും വിഷമം തോന്നുന്നെന്നും അഭിഭാഷകൻ. ഇതോടെയാണ് ദൃശ്യങ്ങളുടെ ആധികാരികതയിലേക്ക് കോടതി കടന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ദൃശ്യങ്ങളല്ലാതെ പോലീസ് നേരിട്ട് പകർത്തിയ ദൃശ്യങ്ങളില്ലേ എന്ന് കോടതി ചോദിച്ചു. ലോക്കൽ പോലീസ് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നില്ലെന്ന് SIT മറുപടി നൽകിയെങ്കിലും മുൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റഫർ റിപ്പോർട്ട് ഉയർത്തി പ്രതിഭാഗം എതിർത്തു. ഈ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ CDയിലാക്കി ഔദ്യോഗിക കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ വശങ്ങളും അന്വേഷിക്കാതെ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെയാണോ SIT പ്രവർത്തിക്കുന്നതെന്ന് കോടതി തുറന്നടിച്ചു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളും ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധനാ ഫലങ്ങളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.